അമേരിക്ക കണ്ടുപിടിച്ചത് ആരാണെന്നുള്ള ചോദ്യം പലപ്പോഴും പലരുടെ മനസ്സിലും സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട്. അതിന് കാരണം ഓരോ ആളുകളും ഉന്നയിക്കുന്ന പ്രസ്താവനകൾ തന്നെയാണ്. ഇപ്പോൾ വീണ്ടും അമേരിക്ക കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ട് മധ്യപ്രദേശ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ പ്രസ്താവനകളാണ് ഏറെ ചർച്ചയാകുന്നത്. ഏറ്റവും രസകരമായിട്ടുള്ള പ്രസ്താവനയാണ് പറഞ്ഞിട്ടുള്ളത്. വിവാദ പരാമർശം നടത്തിയതിന്റെ പേരിൽ നിരവധി പേരാണ് അദ്ദേഹത്തിനെതിരെ ട്രോൾ മഴയായിട്ട് വന്നിട്ടുള്ളത്. അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് അല്ല, പകരം ഇന്ത്യ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കൊളംബസ് അല്ല, ഇന്ത്യൻ നാവികസേന വസുലാണ് അമേരിക്ക കണ്ടുപിടിച്ചിട്ടുള്ളത്. സർവകലാശാലയിലെ ബിരുദാനന്ദ ചടങ്ങിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു മന്ത്രിയുടെ ചരിത്ര പ്രസംഗം. അമേരിക്ക കണ്ടുപിടിച്ചത് കൊളംബസ് ആണെന്നത് തെറ്റായ വിവരമാണ്. വാസ്കോഡഗാമയും കൊളംബസിനെ പറ്റിയും തെറ്റായ കാര്യങ്ങളാണ് സിലബസിലുള്ളത്. അത് പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തുടർന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: വാസ്കോഡഗാമ എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യയിലെത്തിയത് ചന്ദനാണ്. ചന്ദനെ പിന്തുടർന്നാണ് ഗാമ ഇന്ത്യയിലേക്ക് എത്തുന്നത്. വ്യാപാരിയായ ചന്ദന്റെ കപ്പൽ തന്റെ കപ്പലിനേക്കാൾ വലുതാണെന്ന് വാസ്കോഡഗാമ എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഇന്ത്യയിലേക്ക് കടൽ മാർഗം ആദ്യം എത്തിയത് വാസ്കോഡഗാമയാണെന്ന തെറ്റായ വിവരമാണ് ചരിത്രകാരന്മാർ പഠിപ്പിക്കുന്നതെന്നും 8-ാം നൂറ്റാണ്ടിൽ ഒരു ഇന്ത്യൻ നാവികൻ അമേരിക്കയിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം സാന്റിഗോയിൽ നിരവധി ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. അതിന്റെ രേഖകൾ ഇപ്പോഴും അവിടെയുള്ള ഒരു മ്യൂസിയത്തിലുണ്ട് എന്നും പർമർ പറഞ്ഞിട്ടുണ്ട്. ഗവർണർ മംഗു പട്ടേൽ, മുഖ്യമന്ത്രി മോഹൻ യാദവ്, നിരവധി പ്രൊഫസർമാരും ബിരുദധാരികളും ഇരിക്കുന്ന വേദിയിലായിരുന്നു മന്ത്രിയുടെ കണ്ടെത്തലുകൾ പങ്കുവച്ചത്. 2014 ഇതേപോലെ അമേരിക്ക കണ്ടെത്തിയത് കൊളംബസ് അല്ല എന്ന വാദവുമായി ഗാരി നൈറ്റ് രംഗത്ത് വന്നിരുന്നു. അമേരിക്ക കണ്ടുപിടിച്ചത് ഇറ്റലിക്കാരൻ ക്രിസ്റ്റഫർ കൊളംബസ് അല്ല, വിൻസെന്റ് പിൻസോൺ, മാർട്ടിൻ പിസോൺ എന്നീ സ്പാനിഷ് സഹോദരങ്ങളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വിവാദ പുസ്തകം ഇറങ്ങിയത്. ഗാരി നൈറ്റ് എഴുതിയ ദി ഫോർഗട്ടൺ ബ്രദേഴ്സ് അഥവാ വിസ്മരിക്കപ്പെട്ട സഹോദരന്മാർ എന്ന പുസ്തകത്തിലാണ് ചരിത്രം തിരുത്തി എഴുതിയത്. അത്യന്തരീക്ഷയിലെ പലോസിൽ വെച്ച് തദ്ദേശവാസികളുടെ ആക്രമണം നേരിട്ട് യാത്ര വഴിമുട്ടിയപ്പോൾ സഹായ അഭ്യർത്ഥനയുമായി കൊളംബസ് സമീപിച്ചതിന് വിൻസെന്റെയും മാർട്ടിനുമായിരുന്നു. അന്തമില്ലാത്ത മഹാസമുദ്രങ്ങൾ താണ്ടാൻ കൊളംബസിന് കപ്പലോടിക്കാൻ അറിയില്ല എന്നാണ് ഗാരി നൈറ്റ് പറയുന്നത്. പിൻസോൺ സഹോദരന്മാർ മികച്ച നാവികരായിരുന്നു. തൊപ്പിയൂരി കയ്യിൽ പിടിച്ച് സഹായത്തിനായി കൊഞ്ചിയ കൊളംബസിനെ ആ സ്പാനിഷ് സഹോദരന്മാർ കൈവിട്ടിരുന്നില്ല. അവർ തമ്മിൽ കരാറുണ്ടാക്കി. കപ്പലിലേക്ക് വേണ്ട ആളുകളെ സംഘടിപ്പിച്ചതും അപകടം പിടിച്ച ആ യാത്ര പുനരാരംഭിച്ചതും ഈ സ്പാനിഷ് സഹോദരങ്ങളായിരുന്നു. യാത്രയിലേറെയും കൊളംബസ് കപ്പലിനുള്ളിലെ ക്യാമ്പയിനിൽ തന്നെ കഴിയുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഒടുവിൽ അമേരിക്ക കണ്ടുപിടിച്ചതിന്റെ ബഹുമതി തട്ടിയെടുത്തു എന്നുമാണ് പുസ്തകം വാദിക്കുന്നത്. അമേരിക്കയിൽ നിന്നും തിരിച്ച് യൂറോപ്പിലെത്താൻ കൊളംബസിന് സഹായമൊരുക്കിയതും പിൻസോൺ സഹോദരങ്ങളായിരുന്നു എന്നും പറയുന്നുണ്ട്. യാത്രകൾക്കൊടുവിൽ അവർക്കിടയിൽ കലഹമുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും പ്രശ്നമായിട്ടില്ല. പരസ്പരം ശത്രുക്കളായതും പിന്നീട് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങി. യാത്രയ്ക്കുടനീളം ഡയറി കുറിപ്പുകൾ സൂക്ഷിച്ചിരുന്നതിനാൽ കൊളംബസിന്റെ വാദങ്ങൾ മാത്രം ശ്രദ്ധിക്കപ്പെട്ടു എന്നും നൈറ്റ് ചൂണ്ടിക്കാട്ടുന്നു. ജോൺ കാബട്ടി എന്ന ഇറ്റാലിയൻ കച്ചവടക്കാരനാണ് ക്രിസ്റ്റഫർ കൊളംബസിനും മുമ്പേ അമേരിക്കയിൽ എത്തിയതെന്നും തെളിയിക്കുന്ന രേഖ ഡിസ്കവറി ന്യൂസ് മുമ്പ് പുറത്തുവിട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ കണ്ടുപിടുത്തം ആരാണ് നടത്തിയത് എന്നതിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ചരിത്ര താളുകൾ അമേരിക്കയുടെ കണ്ടുപിടുത്തത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചത് എന്ന്